നമ്മളിന്ന് സ്റ്റീക്കാണ് ഉണ്ടാക്കാൻ പോണത്. ലൈറ്റ് ഇല്ല, ഫ്ലാഷ് അടിയില്ല. ഫ്ലാഷാണോ? അപ്പോൾ ഗൈസ് നമ്മളിന്ന് സ്റ്റീക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റീക്ക്. ഓക്കെ, അതിന് ഫസ്റ്റ് വേണ്ടത് ഇങ്ങനെ ഉപ്പിടണം കേട്ടോ. എന്നിട്ട് ഉപ്പിടുക, ഇത് നമ്മൾ തടവുക നല്ല പോലെ, എന്നിട്ട് മറിച്ചിടുക, കുറച്ച് ഉപ്പിടുക, വീണ്ടും തടവുക, കാണുന്നുണ്ടല്ലേ, കുറച്ചുകൂടി ഉപ്പിടുക, തടവുക, മതി. ഇനി മുളക് പൊടി ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ. റെസ്റ്റിംഗ് ടൈം ഉണ്ട് അതിന്? നോ റെസ്റ്റ്. കുരുമുളക് തിരിച്ചിട്ട് ഇപ്പം ഒരു മണം വരും. ഇപ്പം തന്നെ മണം വരും? ഇപ്പം മണം വരുന്നില്ല എനിക്ക് കുരുമുളകിൻ്റെ. കുരുമുളകിന് ഫോക്കസ് ചെയ്യണം. ആ നെയ്യിൻ്റെ പീസ് കണ്ടോ? ആ പീസ് അനക്ക് അല്ലല്ലോ, അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എനിക്ക്. ആ സ്റ്റീക്കിന് കട്ടിങ്. പിന്നെ നമുക്ക് മെയിനായിട്ട് സാധനം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടറാണ്. ചൂടായി. ഇനി നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം, ലിറ്റിൽ ഒരിത്തിരി. ഇനി നമ്മൾ പതുക്കെ ഇറക്കുക. ഗൈസ്, അവർ സ്വാദിഷ്ടമായ സ്റ്റീക്ക് ഇപ്പോൾ റെഡിയാവും. കേൾക്കുന്നത് മതി. ഇത് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കട്ട് ചെയ്യുന്ന പ്രോസസ്സ് കേട്ടോ ബാബു, ജ്യൂസസ് കേട്ടോ. ഫോക്കസ് ആട്ടോ നായേ. ഫോക്കസ് എവിടെ? ഫോക്കസ് എൻ്റെ കയ്യല്ലേ ഫോക്കസ്. ആ എവിടെ? ആ ഫോക്കസ്. ഇതാണ് പക്ക ബീഫ് സ്റ്റീക്ക്. കണ്ടോ, ബട്ടറിൽ കുതിച്ച സാധനം. ഞാൻ കഴിഞ്ഞിട്ട് കണ്ടോ ബീഫ് കറി. Still the same. Wow, unbelievable. Oh, dark. ഫൈനലി ഞങ്ങൾ സ്റ്റീക്ക് ഉണ്ടാക്കാൻ പോയിട്ട് ഗീ റൈസും ചിക്കൻ ഫ്രൈയും പിക്കിൾ സലാഡ്. സാധനം കണ്ടോ? ഇനി കുക്കറിൽ നല്ല ബീഫ് വെന്താലും ആയിട്ടുണ്ടാവും. കുറച്ച് ലേറ്റ് ഉണ്ട്. ഇനി തിന്നോ.
ഞാൻ തട്ടാനാണ് സ്റ്റീക്ക് മേ ബി സംടൈംസ് പാടും സംടൈംസ് ഇല്ലല്ലോ ഉണ്ടാക്കിയുള്ളൂ ഒരു തവണ ഉണ്ടാക്കിയത് കറി രസമുണ്ടോ അയച്ച് തോന്നി നെയ്ച്ചോറ് മാത്രം കഴിക്കുകയാണെങ്കിൽ കൊള്ളാം.